ഹലോ, ഇത്തവണ ത്രില്ലർ ഫിലിംസ് റെക്കമെൻഡേഷൻ ഒന്നും വന്നില്ല. യൂണീക്ക് ആയിട്ടുള്ള പ്ലോട്ട് കൊണ്ടും ഗംഭീര എക്സിക്യൂഷൻ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന കുറച്ച് കിടിലൻ ഇന്റർനാഷണൽ ത്രില്ലർ പടങ്ങളായാലോ? ഓക്കെ, ആദ്യം തന്നെ പറയാം, ഈ മിക്ക സിനിമകളും ഇന്ത്യയിലെ മെയിൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഇപ്പോൾ ലഭ്യമായിരിക്കില്ല. എന്നാൽ എല്ലാം ഡീറ്റെയിലി അവൈലബിളുമാണ്. സോ എല്ലാ പടങ്ങളും ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണണമായിരിക്കും, അതല്ലേ? അപ്പൊ എല്ലാം അറിയാം. സോ 7 വിദേശ ഭാഷകളിൽ നിന്നായി 7 ഗംഭീര ത്രില്ലർ പടങ്ങൾ. ആദ്യത്തേത് ഒരു ഫ്രഞ്ച് ത്രില്ലറാണ്. വല്ലാത്തൊരു മോറൽ ഡിലേമയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാം. ആന്റോയിങ് എന്ന ഒരു പയ്യന്റെ ലൈഫ് 3 സംഭവങ്ങൾ കൊണ്ട് തകിടം മറിയുന്നതാണ് ഈ സിനിമ പറയുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടറിയുക. ചിത്രം 2019 ഇറങ്ങിയ 3 Days and a Life. പടം ടെൻഷൻ ബിൽഡിംഗ്, എൻഗേജിംഗ് ആൻഡ് ത്രില്ലിംഗ് ആണ്. നല്ല സ്ക്രിപ്റ്റും മേക്കിങ്ങും നല്ല പ്രകടനങ്ങളും ഒപ്പം ടെക്നിക്കലിയും മികച്ച സിനിമയാണ്. കിടിലൻ ലൊക്കേഷനും മഞ്ഞും മഴയും മിസ്റ്ററിയും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെ സമ്മാനിക്കുന്ന ഒരു പടം കൂടിയാണ്. പിന്നെ ഇതൊരു സ്ലോ ബേൺ പടമാണ്. മൊത്തത്തിൽ ഒരു വേൾഡ് ക്ലാസ് ക്രൈം ഡ്രാമയാണെന്ന് പറയാം. പക്ഷെ അധികം ആരും സംസാരിക്കാത്ത, അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പടം കൂടിയാണ്. ഇത് ഡീറ്റെയിലി അവൈലബിൾ ആണ്. മെയിൻ പ്ലാറ്റ്ഫോമിലില്ല, ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടുവരും. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല, പക്ഷെ ക്രൈം ഡ്രാമ ആയതുകൊണ്ട് 16+ ആണെന്ന് പറയാം. അടുത്തത് ഒരു സ്പാനിഷ് പടമാണ്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായ മാനുവൽ നീതി ലഭിക്കാൻ വേണ്ടി നടത്തുന്ന പ്രതിഷേധവും അതാ ജയിലിലെ അന്തേവാസികളുടെ തന്നെ മനോഭാവം മാറ്റുന്നതും ഒക്കെയാണ് ഈ പടം പറയുന്നത്. 1977 ബാഴ്സലോണയിലെ ജയിലിൽ നടന്ന സംഘർഷങ്ങളെ പ്രമേയമാക്കിയിട്ട് ഒരുക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിന്റേത്. ചിത്രം 2022 ഇറങ്ങിയ സ്പാനിഷ് ത്രില്ലർ പ്രിസൺ 77. ഒരു ക്ലാസ് ഫെസ്റ്റിവൽ ടൈപ്പ് മൂവിയാണിത് കേട്ടോ. അപ്പോ ബോറടിക്കോ? എൻഗേജിംഗ് ആയിട്ടും അത്യാവശ്യം ഫാസ്റ്റ് പേസിൽ തന്നെ പോകുന്ന ഒരു പടമാണിത്. അഭിനയിച്ചവരുടെയൊക്കെ മികച്ച പെർഫോമൻസും കിടിലൻ ടെക്നിക്കൽ ക്വാളിറ്റിയും പടത്തിനുണ്ട്. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇതും ഡിജിറ്റലി അവൈലബിൾ ആണ്, നല്ലപോലെ തപ്പുക. അടുത്തത് ജർമ്മനിയിൽ നിന്നുള്ളൊരു പടമാണ്. ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു സീരിയൽ കില്ലർ പോലീസ് പിടിയിലാകുന്നു. അയാളിൽ ആരോപിക്കപ്പെട്ട കൊലപാതകങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം പുള്ളി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ കേസ് അന്വേഷണത്തിൽ എത്തിപ്പെടുന്ന ഒരു പോലീസുകാരന്റെയും ഒക്കെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2005 റിലീസായ ജർമ്മൻ ത്രില്ലർ ആന്റിബോഡീസ്. കിടിലൻ പടമാണ് കേട്ടോ. കേട്ടിട്ട് സേതുരാമേർ CBI പോലുണ്ട്. എന്നാലല്ല കേട്ടോ. പക്ഷെ ഇതിന്റെ പ്ലോട്ട് വെച്ചിട്ട് മലയാളത്തിൽ വികലമായിട്ടുള്ള ഒരു റീമേക്ക് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതിനെ ഈ സിനിമയുടെ വാലി കെട്ടാൻ പോലും കൊള്ളുകയില്ല, അത് വേറെ കാര്യം. ഇത് പൊളിപ്പടമാണ്. കുടുംബ ബന്ധങ്ങൾ, മതവിശ്വാസം, ഉത്തരവാദിത്വങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പടം ചർച്ച ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 മണിക്കൂർ 7 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ഇത് മെയിൻ പ്ലാറ്റ്ഫോമിലില്ല, നിങ്ങൾക്കറിയാം എവിടെ കിട്ടുമെന്ന്. അടുത്തത് ഹംഗറിയിൽ നിന്നുള്ള ഒരു ത്രില്ലർ പടമാണ്. 1960 കാലഘട്ടത്തിൽ നടന്ന കൊലപാതക പരമ്പരകളെ ആസ്പദമാക്കിയിട്ട് ഒരുക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിന്റേത്. ഇരകളെ കൊന്നതിന് ശേഷം ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സൈക്കോ കില്ലറിന്റെ കഥയാണിത്. ചിത്രം 2016 ഇറങ്ങിയ ഹംഗേറിയൻ ത്രില്ലർ സ്ട്രാങ്കിൾഡ്. സ്ലോ ബേൺ ത്രില്ലർ ആണിതും. പക്ഷെ ഗംഭീര ഹൈ മൊമെന്റ്സ് സമ്മാനിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ്. വില്ലനായിട്ട് അഭിനയിച്ച നടന്റെ അന്യായ പെർഫോമൻസും സിനിമയിലുണ്ട്. പടം വളരെ എൻഗേജിംഗുമാണ്. ഇതിലെ കില്ലിങ്സ് ഒക്കെ വളരെ ബ്രൂട്ടലുമാണ്. സോ ഇത് സ്ട്രിക്ട്ലി 18+ ആണ് കേട്ടോ. കുട്ടികൾക്ക് കാണാനുള്ള പടമല്ല. ഇതും ഡിജിറ്റലി അവൈലബിൾ ആണ്. 2 മണിക്കൂർ 1 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇനി ഒരു ജാപ്പനീസ് ത്രില്ലർ ആണ് അടുത്തത്. സ്മാർട്ട് ആയിട്ടുള്ള തക്കാബെ എന്ന പോലീസ് ഓഫീസറുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. നഗരത്തിൽ തുടർച്ചയായിട്ട് 3 കൊലപാതകങ്ങൾ നടക്കുന്നു. ഇത് അന്വേഷിക്കുന്ന തക്കാബെ കണ്ടെത്തുന്ന നിഗൂഢതകളാണ് ഈ സിനിമയുടെ പ്ലോട്ട്. കിടിലൻ പടമാണ്. ഹൊററും ഇൻവെസ്റ്റിഗേഷനും സൈക്കോളജിക്കൽ ത്രില്ലറും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാം. ചിത്രം 1997 റിലീസായ ജാപ്പനീസ് ത്രില്ലർ ക്യൂർ. വളരെ ലേയർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. സാധാരണക്കാർക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഇന്റർനെറ്റിൽ തപ്പുകയും ചെയ്യും. ഞാനും ഈ പടത്തിന്റെ എന്റേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ കിളി പറക്കുമായിരിക്കും അല്ലെ? കുറച്ച് 1 മണിക്കൂർ 55 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. എംസോണിൽ ഇതിന്റെ മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. പടം ഡീറ്റെയിലി കിട്ടും, പക്ഷെ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കണം. അടുത്തത് നെതർലൻഡും ഫ്രാൻസും കൂടി സംയുക്തമായിട്ട് നിർമ്മിച്ച ഒരു പടമാണ്. റെക്സും സാസ്കിയയും ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഫ്രാൻസിലെത്തുന്നതും ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയ സാസ്കിയെ അവിടെ നിന്ന് കാണാതാകുന്നതുമാണ് ഈ പടം പറയുന്നത്. ചിത്രം 1988 റിലീസായ ദ വാനിഷിംഗ്. ഡച്ചിലുള്ള ഇതിന്റെ പേര് സ്പൂർലൂസ് എന്നാണ്. സ്പൂർലൂസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിതൗട്ട് എ ട്രേസ് എന്നാണ്. സോ ഈ പടം പേര് പോലെ തന്നെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ നടന്ന ഒരു തിരോധാനത്തിന്റെ കഥയാണെന്ന് പറയാം. സ്ലോ ബേൺ ത്രില്ലർ ആണ് എന്ന് മാത്രമല്ല ഒരു കൊടും സൈക്കോയുടെ സൈക്കോളജിക്കൽ പഠനം കൂടിയാണ് ഈ പടം എന്നും പറയാം. ബെർണാഡ് പിയർ ഡൊണാൾഡോവിന്റെ വേറെ ലെവൽ പെർഫോമൻസ് ഈ പടത്തിൽ കാണാൻ പറ്റും. ഈ പടത്തിന്റെ ക്ലൈമാക്സും പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ആഘാതം തന്നെ സൃഷ്ടിക്കും. ഇതിന്റെ ക്ലൈമാക്സിലുള്ള ഒരു സംഭവമല്ലേ ഈ അടുത്തിടെ റിലീസായ ഒരു മലയാളം പടത്തിൽ നൈസായിട്ട് ചൂണ്ടിയത്? അതന്നെ. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതൊരു ത്രില്ലർ മാസ്റ്റർ പീസ് തന്നെയാണ്. കാണാതിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. മസ്റ്റ് വാച്ച്. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇനി നമ്പർ 1 മൂവി.
മഞ്ഞു മൂടി കിടക്കുന്ന ടൂറിസ്റ്റുകൾ ഒഴിഞ്ഞുപോയ ഒരു ഹോട്ടലിന്റെ കെയർ ടേക്കർ ജോലിക്കെത്തുന്ന ജാക്കിന്റെയും കുടുംബത്തിന്റെയും കഥ. ചിത്രം ലോക പ്രശസ്ത സംവിധായകൻ സ്റ്റാൻലി കുബ്രിക് സംവിധാനം ചെയ്ത് 1980 റിലീസായ കിഡിലൻ സൈക്കോളജിക്കൽ ത്രില്ലർ ദ ഷൈനിങ്. സ്റ്റീഫൻ കിങ്ങിന്റെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. ഒരു ക്യാരക്ടർ അയാളുടെ മാനസികാവസ്ഥയൊക്കെ വെച്ചിട്ട് നമ്മളെ ഭീതിപ്പെടുത്തുന്ന അസാധാരണമായിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ പടം കൂടിയാണിത്. നായകനായിട്ട് വന്ന ജാക്ക് നിക്കോൾസണിന്റെ എക്കാലത്തെയും മിന്നുന്ന പ്രകടനം ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് റെന്റിൽ കാണാം, അതും അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. ഇതിലെ മിക്ക സിനിമകളുടെയും സെപ്പറേറ്റ് റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ 7 വ്യത്യസ്ത ഭാഷകൾ, 7 കിടിലൻ ത്രില്ലറുകൾ എന്നൊരു സീരീസ് പോലെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള മൂവി റെക്കമെൻഡേഷൻ ആൻഡ് റിവ്യൂസിന് വേണ്ടി ചാനൽ നൈസ്. അപ്പോൾ കാണാത്തൊക്കെ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ഒന്ന് തപ്പിയിട്ട് വരാം. അല്ല ടാ പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ കേട്ടിട്ട് പോകും, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യൂല. അപ്പോൾ ശരി എന്നാ.